യൂതനെ കണ്ടാൽ നിങ്ങളെപ്പോലെ ഇരിക്കും, തുപ്പിയിട്ടിട്ട് ഡ്രസ്സിട്ടിട്ടിരിക്കും. യൂതന് മുസ്ലിമിനെ തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾ നഗ്നമാക്കി നോക്കിയാൽ ചില കർമ്മം ചെയ്തിട്ടുണ്ട്, അവനും ചെയ്തിട്ടുണ്ട്. എവിടുന്ന് അറിയും ഒരു യൂതനെയും ഒരു മുസ്ലിമിനെയും? അങ്ങനെ അറിയില്ല, തിരിച്ചറിയില്ല. നിങ്ങളെല്ലാ വേഷങ്ങളാണ്. ജൂത മതക്കാർ അവർ ഇബ്രാഹിം നബിയുടെ തുടർച്ചക്കാരാണ്. മോനെ, ആര്? യൂതന്മാര്. ക്രിസ്ത്യാനികളും ഇബ്രാഹിം നബിന്റെ തുടർച്ചക്കാരാണ്. മുസ്ലിംകളും ഇബ്രാഹിം നബിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട തുടർച്ചക്കാരാണ്. മില്ലത്ത് ഇബ്രാഹിം. അവരും എല്ലാവരും ഒരു വിത്തിൽ നിന്ന് മുളച്ച ശാഖകൾ മാത്രമാണ്. എന്നിട്ട് നിങ്ങൾ തല്ലല്ലേ തമ്മിൽ? അപ്പൊ നിങ്ങൾ ദൈവികമാണോ? ദൈവികമാണെങ്കിൽ നിങ്ങൾ തല്ലാൻ പാടുണ്ടോ? യൂതന്മാരെ പഠിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ അതേ നിയമമാണ് അവർക്കുള്ളത്. പന്നിമാംസം കഴിക്കാൻ പാടില്ല അവർക്ക്. പിന്നെ കൂടുതലായിട്ട് ഭക്ഷ്യവസ്തുക്കൾ അവർ ശ്രദ്ധിക്കുന്നു. മാംസവും പാൽ വർഗ്ഗങ്ങളും ഒന്നിച്ച് കഴിക്കാൻ പാടില്ല. അവര് മാംസം, ഇറച്ചിയും പാൽ വർഗ്ഗം, തൈരും പാലും ഒന്നും ഒന്നിച്ച് കഴിക്കരുത്. ജർഗില്ലാത്ത മീൻ കഴിക്കാൻ പാടില്ല. ഏതാ ജർഗില്ലാത്ത മീൻ? കൂതള്, ഞണ്ട്, ചെമ്മീൻ, ഈ സാധനം കഴിക്കാൻ പാടില്ല. അതിന് നിങ്ങൾ കറാഹത്താന്ന് പറയില്ല. കറാഹത്താന്ന് പറയും മുസ്ലിമുകൾ. അവർക്ക് കഴിക്കാൻ പാടില്ല, അവർക്ക് ഹറാമാണ്. പോലെ നിങ്ങളെപ്പോലെ നോമ്പ് പിടിക്കുന്നുണ്ട് അവർ. പക്ഷെ നോമ്പ് അവർക്ക് 25-28 മണിക്കൂറാണ് നോമ്പ്. നിങ്ങൾക്ക് കൂടുതൽ സമയമാണ് നോമ്പ്. അതുപോലെ നമസ്കരിക്കുന്നുണ്ട് അവർ. 3 വക്താണ് നമസ്കാരം: ഉദയം, അസ്തമയം, മധ്യം. നിങ്ങൾക്ക് 5 വക്താണ്. പക്ഷെ അവർ ആംഗ്യത്തിലല്ല അവരെ നമസ്കാരം, വേറൊരു രീതിയിലാണ്, ഒരാട്ടാണ്. എന്ന പോലെ ആ അബ്രഹാമിൻ്റെ, ആ ഇസ്ഹാക്കും ഇസ്മായിൽ ബറക്കത്തിൻ്റെ സന്തതികളാണ് യൂതനും ക്രിസ്ത്യാനും മുസ്ലിമും. വേറൊന്നല്ല. എന്നിട്ട് തമ്മിൽ തല്ല പ്രശ്നം. പക്ഷേ ഇവിടെ നല്ലത് കാണുന്നത് ഇപ്പോൾ ഭാരത ദർശനത്തിൽ അർദ്ധനാരീശ്വരൻ ശിവൻ അവരാണ് പറഞ്ഞത് ഏകം സത് വിപ്ര ബഹുധാ വദന്തി. ആ ഒന്നാണ്, അദൃശ്യനായ പരമാത്മാവാണ്, ആ ജ്യോതിയായും അതിലൂടെ അർദ്ധനാരീശ്വരൻ ശിവനും ശിവാവതാരവുമായി വന്ന മനുഷ്യനുമായി വന്ന ആ ഒന്നാണ് ഏകം സത് വിപ്ര ബഹുധാ വദന്തി. എന്നിട്ട് അതാണ് വസുദൈവക കുടുംബകം. ഭൂമിയുള്ളവരെല്ലാവരും ഒരു കുടുംബമല്ലേ അപ്പോ? അല്ലേ മോനെ? കാരണം ഭൂമി മാതാവ്. ഈ മാതാവിലേക്ക് ആ പ്രകാശം തന്നെ വന്ന ആദിമ മനുഷ്യനായും തുറന്ന പീശാന്തരങ്ങളോടെ ഭൂമി മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യനുമായി വന്നിരിക്കുന്ന യേശു പറഞ്ഞ സന്താനങ്ങളല്ലേ ദൈവപുത്രൻ എന്ന് പറഞ്ഞ? പിതാവും പുത്രനും അല്ലേ? അതല്ലേ വസുദൈവ കുടുംബകം എന്ന് ഇവർ പറയുന്നത്. നിങ്ങൾ പറയുന്നുണ്ടോ? നിങ്ങൾ ആദിമിന് സന്തതികളെ തന്നെ പറയുന്നു. ഏകം സത് വിപ്ര ബഹുധാ വദന്തി. പിന്നെ വസുദൈവ കുടുംബകം. സത്യമല്ലേ? ഒരു കുടുംബമല്ലേ? എന്നിട്ട് പറഞ്ഞു ലോകോ സമസ്തോ സുഖിനോ ഭവന്തു. ഈ ലോകത്തുള്ള ഈ കുടുംബത്തിന് മുഴുവൻ സുഖവും ഐശ്വര്യവും അനുഗ്രഹവും ഭവിക്കട്ടെ, ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനായി നിലകൊള്ളുകയും ചെയ്യുന്ന ഈ ഭാരത സംസ്കാരം അല്ലേ ഉന്നതമായിരിക്കുന്നത്? അവനെ ഈ ഭാരത സംസ്കാരമല്ലേ ഉന്നതമായിരിക്കുന്നത്? ഈ ഭാരത സംസ്കാരം ഇവിടെ വേണ്ട പോലെ പ്രകാശിപ്പിക്കുന്നില്ല. നിങ്ങളെപ്പോലെ തന്നെ ഭാരത സംസ്കാരത്തിലും ആ ഗ്രന്ഥം ഉപനിഷത്തും ഗീതയും, ഉപനിഷത്തുകൾ കുറേ ഉണ്ട്, ഗീതയും ഒക്കെ വ്യാഖ്യാനിച്ച് നിങ്ങൾ ഖുർആൻ വ്യാഖ്യാനിച്ച് ഖുർആനെ മുറുകെ പിടിച്ചെന്ന പോലെ അവരും ആ ഗ്രന്ഥങ്ങളെ മുറുകെ പിടിച്ച് വ്യാഖ്യാനിച്ച് വഴിതെറ്റി പോവാം. ഇനി ഈ ദർശകരെല്ലാം വ്യാഖ്യാനിക്കുന്നത് ഒരു ഷേക്കും വലികളും
മുർഷിദുകളും എന്നൊക്കെ പറയുന്നവര് നിങ്ങൾക്ക് അറിവ് തരുന്നത്. ദർശകനല്ല, അള്ളാഹു ആയവനല്ല അറിവ് തരുന്നത്. അള്ളാഹു ആയവനെ നിങ്ങൾ ചെന്ന് കണ്ടാൽ, അതായത് ചമ്പസ്താൻ പറഞ്ഞ് കണ്ടവനെ കണ്ടുപിടിയുന്നത്, അവനെ ചെന്ന് കണ്ടാൽ എല്ലാം ഒന്നാവും. അവനക്ക് ജാതി, മത, വിഭാഗ, വർഗ ഭേദങ്ങളില്ല. ഏകം സദ്വിപ്രാവതാവതന്തി, ഇതല്ലേ ഭാരത ദർശനം. പിന്നെ എങ്ങനെ വേറെ ജാതിയും വേറെ മതം, ആ പ്രദേശക്കാർ ശരിയില്ല, ഈ പ്രദേശക്കാർ ശരിയില്ല, ആ മതം ശരിയില്ല എന്ന് പറയാൻ കഴിയും? ഏകം സത്വ വിപ്രബഹുതാവതന്തി എന്ന് പറഞ്ഞാൽ പിന്നെ വസുദൈവ കുടുംബകം, ഭൂമിയിലുള്ളവരെല്ലാവരും ഒരു കുടുംബമാണ്, ഒരു ദൈവത്തിന്റെ സന്താന പരമ്പരകളാണെന്നല്ല പറഞ്ഞത്. അതല്ലേ ലോകോ സമസ്തോ സുഖിന ഭവന്തു എന്ന് പറഞ്ഞ ഇത് കൂട്ടി വായിച്ച ഇതാണ് പൂർണ്ണതായാത്ര. പക്ഷെ അതെങ്ങനെ എന്ന് അറിയുന്നില്ല. എങ്ങനെ അദൃശ്യനായ ദൈവം, ഈശ്വരൻ, അർദ്ധനാരീശ്വരനായ ശിവൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ല. അവതാരം, ശിവാവതാരം എന്ന് പറയാൻ എന്താണെന്നല്ല. ഓരോരുത്തരും കണ്ടില്ല, ഓരോ ചിത്രവും വരച്ച് കോയമ്പത്തൂരുള്ള സദ്ഗുരു ഒരു മനുഷ്യ ചിത്രം വരച്ചിട്ട് അതാണ് ശിവൻ എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇപ്പൊ നമ്മളെ ശിവൻ ഏതാ? അർദ്ധനാരീശ്വരനായ ശിവൻ ഈ പ്രപഞ്ച സ്വരൂപനല്ലേ അല്ലേ? ഈ മാതാവും ഗർഭമായ ഭൂമി എന്ന മാതാവും ആ പിതാവും ചേർന്ന ഒരു ദൈവസ്വരൂപമല്ലേ ശിവൻ? ശിവനും ഇലാഹും അല്ലേ? എന്നിട്ട് ആ ശിവനും ഇലാഹും തൻ്റെ ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം ബീജമായി വന്നുകൊണ്ട് പുനർജനിച്ചുള്ള ആ ശിവനും ഇലാഹുമല്ലേ ഭൂമിയിലെല്ലാ മനുഷ്യരും. ആ മാതാപിതാക്കൾ, ഈ മനുഷ്യന്റെ മാതാപിതാക്കളേതാ? ആ ഭൂമി മാതാവും ആ പ്രകാശമായ പിതാവുമാണ് മാതാപിതാക്കൾ. ഈ മാതാപിതാക്കളുടെ ഏകം സദ് വിപ്രബഹുത് വദന്തി എന്ന് പറഞ്ഞ മാതാപിതാക്കളുടെ യേശു പറഞ്ഞ മതി, പിതാവിൽ നിന്നോ ദൃശ്യമായ പുനർജനിച്ച ആ പുത്രനാണ്, ദൈവപുത്രനാണ് ഞാൻ എന്ന് പറഞ്ഞ പോലെ ഭൂമിയിലെ എല്ലാവരും അത് തന്നെയാണ്. എങ്ങനെ മുന്നേ നന്നാക്കുക നമുക്ക് ലോകത്ത്? ഇതൊന്ന് മനസ്സിലാക്കി കൊടുക്കുക ലോകത്തിന്. അതിന് ശ്രമിക്ക്, വിളിച്ച് പറഞ്ഞോ, ഞാനുണ്ട് ഇവിടെ. എവിടുന്ന് കിട്ടി വേണ്ടാത്തരം പറഞ്ഞെടുക്കുന്നു വെച്ചാൽ ആ ബാബ പറഞ്ഞാന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ കൊടുക്കൂലോ, ഞാനല്ലേ കൊടുക്കുള്ളൂ. ബാബ പറഞ്ഞ് അത് കേട്ടിട്ടാ ഞാൻ പറഞ്ഞത്. അതൊക്കെ ഞാൻ കണ്ടു കാണിച്ചു തന്നു, എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഒരു വാചകം പറഞ്ഞാൽ വെട്ടിമുറിച്ചിട്ട് ആകെ നശിപ്പിച്ചു, ലോകത്തെ നശിപ്പിക്കുക, ഇതാക്കുക. ഒരേ മതമാണ്. ഇപ്പം യൂതന്മാരും മുസ്ലിമുകളുമായിട്ട് അടിക്കുന്നുണ്ട് യുദ്ധം. പക്ഷെ ഒന്നാണ് സംഗതി, അബ്രഹാമിന്റെ ആളുകളാണ് അല്ലേ? ഇബ്രാഹിമിന്റെ അല്ലേ സന്താന പരമ്പരകളാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. നമ്മുടെ ഭാരത ദർശനത്തിൽ അബ്രഹാം വരുന്നില്ല, അർദ്ധനാരീശ്വരനായ ശിവം. അതാണ് പറഞ്ഞത്. അപ്പം മോനെ എല്ലാം ഒന്നാണ്. ഇവിടെ ഒരു ഹിന്ദു ഇല്ല, ഒരു ക്രിസ്ത്യനും, ഒരു പാർസിയും, ഒരു മുസ്ലിമും ആരുമില്ല അല്ലേ? ഏകാത്മാവ് നമ്മളിൽ എല്ലാവരും